അയ്യോ, ആരും എന്താ ചർച്ച ചെയ്യാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുക. ഭയങ്കര ചർച്ചയും വിദ്വേഷവും ഒക്കെ ചെയ്യേണ്ടതല്ലേ, പക്ഷേ ആരും അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. എന്താണെന്നറിയോ, വളരെ വേറിട്ടൊരു ജിഹാദ്, 5ഓളം വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയ ഒരു ജിഹാദ്, അതായത് നീറ്റ് ജിഹാദ് 2026. അതെന്തേ ഒരു കമൻ്റാളികളും വിദ്വേഷവാദികളും ഒന്നും ചർച്ച ചെയ്യാത്തത്? അതിനെ ഒരു ജിഹാദിൽപ്പെടുത്താത്തത് എന്താണ്? അതിൻ്റെ ജാതിയും മതവും ചർച്ച ചെയ്യാത്തത് എന്താണ്? ഇന്ത്യ കണ്ട സമാനതകളില്ലാത്ത ദുരന്തമായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മാറുകയും ഏതാണ്ട് 5ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ട് ഒരനക്കവുമില്ല. ദേ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേൾക്കൂ. नीट में 2 साल 22 लाख स्टूडेंट्स ने काम किया, दिन रात काम किया, उनकी मेहनत बर्बाद हो गई है। पूरा देश जानता है कि एग्जाम से 2 दिन पहले व्हाट्सएप पे नीट का पेपर बांटा जा रहा था, डिस्ट्रीब्यूट किया जा रहा था। धर्मेंद्र प्रधान जी, हिंदुस्तान के एजुकेशन मिनिस्टर, कहते हैं कि मेरा कुछ लेना देना नहीं। कमेटी ने रिकमेंडेशन किया था, उसको उन्होंने डस्टबिन में फेंका, कहा कि ऑपोजिशन के लोग कमेटी में बैठे हैं, इसका कोई मतलब नहीं है, कोई जरूरत नहीं है। सच्चाई है कि आपने हिंदुस्तान का जो कोर है, जो सेंटर है, उसको डैमेज किया है। ये एक नेक्सस है। आरएसएस, बीजेपी और जो हमारे यूनिवर्सिटीज में इनके लोग बैठाए गए हैं, वाइस चांसलर्स बैठाए गए हैं, प्रोफेसर्स बैठाए गए हैं, इनके बीच में पैसे बनाने का नेक्सस है। और इस नेक्सस ने हिंदुस्तान के एजुकेशन सिस्टम को खत्म कर दिया है। पूरा देश जानता है कि अगर आप वाइस चांसलर बनना चाहते हैं, आपको सब्जेक्ट नॉलेज की कोई जरूरत नहीं, आपको एक्सपीरियंस की कोई जरूरत नहीं। अगर आप आरएसएस के हैं तो आप वाइस चांसलर बन सकते हैं। अगर आपकी विचारधारा आरएसएस की नहीं है, आप वाइस चांसलर नहीं बन सकते हैं। यही है कारण कि इस देश में 80 बार पेपर लीक हुआ है और 2 करोड़ युवाओं का भविष्य बर्बाद हुआ है। प्रधानमंत्री को इमीडिएट ऑर्डर देना चाहिए कि धर्मेंद्र प्रधान जी को इस्तीफा दें, उनको सैक किया जाए और जो गिल्टी लोग हैं उनको पकड़ के जेल में डाला जाए। എന്താണ് നീറ്റ് ജിഹാദ്? കണ്ടില്ലേ, നീറ്റ് ജിഹാദ് നടന്നു. അതായത് NDA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നേതൃത്വത്തിൽ വളരെ രഹസ്യമായി ഒരു ഈച്ച പോലും കടക്കാത്ത വിധം സൃഷ്ടിക്കുന്ന ചോദ്യപേപ്പറിൽ 1 വർഷവും 2 വർഷവും 3 വർഷവും 4 വർഷവും ഒരു ജീവിതത്തിൻ്റെ തപസ്യ പോലെ കഷ്ടപ്പെട്ട് ഏതാണ്ട് ഇന്ത്യയിൽ 20 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ വിറ്റതിന് അറസ്റ്റ് ചെയ്തവന്മാരുടെ ജാതി എന്താ ചർച്ച ചെയ്യാത്തത്? മതം എന്താണ് ചർച്ച ചെയ്യാത്തത്? അത് 10 ലക്ഷം രൂപ വിലയ്ക്ക് വാങ്ങിയ യുവമോർച്ചക്കാരൻ്റെയും BJP-കാരൻ്റെയും പേരെന്താണ് ജിഹാദിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാത്തത്? ശ്രീജിത്ത് പണിക്കരെ എന്തേ മുണ്ടാട്ടം ഇല്ലാത്തത്? മോഹൻദാസിന് മുണ്ടാട്ടമില്ല. KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ വിദ്വേഷവാദിയുടെ വായിൽ നാവില്ല. സെൻകുമാറിന് ഉപദേശങ്ങളില്ല. TG മോഹൻദാസിന് അതില്ല. ജയശങ്കറിന് പരിഹാസമില്ല. എന്തേ ഇതൊന്നും ഇല്ലാത്തത്? വലിയൊരു ജിഹാദല്ലേ നടന്നത്? എന്താ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അതായത് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ആരൊക്കെയാ? പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്ന ബോട്ടണിയുടെ ടീച്ചർ, കെമിസ്ട്രിയുടെ ലെക്ചറർ, അതുപോലെ തന്നെ സുവോളജിയുടെയും ഫിസിക്സിൻ്റെയും അധ്യാപകർ. ഈ അധ്യാപകരെല്ലാവരും കൂടി ചേർന്ന ഒരു വലിയ ലോബിയാണ് ഈ പേപ്പർ പുറത്തുവിട്ടത്. അത് ഒരു പ്രത്യേക ഗ്രൂപ്പിലൂടെ പുറത്തുവിട്ടെന്ന് മാത്രമല്ല, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെ ആദ്യം ഈ ചോദ്യപേപ്പർ വിറ്റ് വാങ്ങിച്ചു ഈ ജിഹാദികൾ. ഇവരുടെ പേര് ചർച്ച ചെയ്യുന്നില്ലല്ലോ. സാധാരണ ഇത് ജിഹാദിൻ്റെ ഗണത്തിൽ വരേണ്ടതാണ്, പക്ഷേ അത് ചർച്ച ചെയ്യുന്നില്ല. എന്താ കാര്യം? സനാതന ദേശീയ ധർമ്മികളാണ് ചെയ്തിരിക്കുന്നത്. യുവമോർച്ചക്കാരനും BJP-കാരൻ്റെയും ബന്ധുക്കളും സ്വന്തക്കാരുമാണ് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 30-80 ലക്ഷം രൂപയ്ക്ക് വിറ്റ ക്വസ്റ്റ്യൻ പേപ്പർ സ്വാഭാവികമായി ദിവസം അടുത്ത് വന്നതോടുകൂടി പിന്നെ കിട്ടിയ വിലയ്ക്ക് വിൽക്കാമല്ലോ. 5 ലക്ഷം രൂപയ്ക്കും വിൽക്കാൻ തുടങ്ങി. ഏറ്റവും അവസാനം ഒരു സിൻഡിക്കേറ്റ് വിലയ്ക്ക് വാങ്ങി 10 മുതൽ 15 ലക്ഷം രൂപയ്ക്ക് വരെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചു. ആകെ നടന്നത് CBI പറയുന്നത് ഏതാണ്ട് 80 കോടി രൂപയുടെ സ്കാമാണ് ഈ സനാതനി ദേശീയ ധർമ്മികൾ എല്ലാവരും കൂടി ഈ രാജ്യത്ത് ചെയ്തത്. 20 ലക്ഷത്തോളം കുട്ടികളുടെ ജീവിതം അപകടത്തിലാക്കിയത്. ഇതിൻ്റെ മാസ്റ്റർ മൈൻഡുകളായി അറസ്റ്റ് ചെയ്തിരിക്കുന്നവരിൽ പ്രമുഖർ
PV കുൽക്കർണി, സഞ്ജീവ് മുഖിയ, ബിട്ടു എന്നൊക്കെ പറയുന്നവരാണ് ഈ ലോബിക്ക് നേതൃത്വം നൽകുന്നവർ. അറസ്റ്റ് ചെയ്തിരിക്കുന്ന മനീഷ് മന്ദാരയോ എന്നൊക്കെ പറയുന്ന ടീച്ചർമാരും സാറന്മാരും വേറെയുണ്ട്. അവരെത്ര സംസ്ഥാനങ്ങളിലാണ് വിറ്റേന്നറിയാവോ? ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് മൊത്തം വിറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തേ നീയൊക്കെ വർഗീയത പറയാത്തത്? എന്തേ നീയൊക്കെ വിദ്വേഷം പറയാത്തത്? നീ അനങ്ങുമ്പോൾ ക്രിമിനലിസത്തിന് ഏതെങ്കിലും ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ അതിനെ ജിഹാദാക്കി ചിത്രീകരിച്ച് വിൽക്കൂലേ? മലപ്പുറം ജില്ലയിൽ നടക്കുന്നതിനെ വലിയ സംഭവമാക്കി ചിത്രീകരിക്കൂലേ? 5ഓളം വിദ്യാർത്ഥികളാണ് ഈ പറയുന്ന ജീവൻ ഒടുക്കിയത്. കാരണം അവർക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഇനി റദ്ദാക്കിയാൽ ആ നിരപരാധികളായ കുട്ടികൾ വീണ്ടും എങ്ങനെ എഴുതും? ഒരു BJP യുവമോർച്ച നേതാവിൻ്റെ മകന് വേണ്ടി 10 ലക്ഷം രൂപയ്ക്ക് ചോദ്യപേപ്പർ വാങ്ങിച്ചിട്ട് എന്നിട്ടും അവന് 107 മാർക്കേ കിട്ടിയുള്ളൂ. അന്ന് ആലോചിച്ച് നോക്കണം. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയിട്ടും അവന് 107 കിട്ടിയുള്ളൂ. അവൻ്റെ നിലവാരം അതാണ്. അങ്ങനെയുള്ളവനെ ഡോക്ടറാക്കാൻ വേണ്ടിയാണ് ഇത് ലീക്ക് ചെയ്തത്. 40 പരീക്ഷകളാണ് ഇതുപോലെ ചോദ്യപേപ്പർ കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ലീക്കായത്. ഒരു തവണ ലീക്കായി റദ്ദ് ചെയ്യാതെ രണ്ടാമത് നടത്തി അന്ന് NDAയുടെ ചുമതലയുണ്ടായിരുന്ന ഒരാളിനെ നീക്കം ചെയ്തിരുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ. അയാളിപ്പോൾ വേറൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഹെഡാണ്. ഒരു പുല്ലും പൂക്കാണ്ടിയും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് മലപ്പുറവും മുസ്ലിങ്ങളും രക്ഷപ്പെട്ടെങ്കിലും യവനൊന്നും ഒരു അനക്കമില്ലല്ലോ, യവനൊന്നും മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ എത്ര വീഡിയോയായിട്ട് പുറത്തു വന്നേനെ. ഏതോ ആശുപത്രിയിലോ മെഡിക്കൽ സ്ഥാപനത്തിലോ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നടന്നപ്പോഴത്തേക്ക് വൈറ്റ് കോളർ ജിഹാദ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ വായി നോക്കികളെ എല്ലാം വരി വരിയായിട്ട് വിളിക്കുക. എന്തേ മിണ്ടാത്തത്? മിണ്ടണ്ടേ? വർത്തമാനം പറയണ്ടേ?